afternoon, dear students. Today let us discuss Euler's phi function and some properties of that function. Okay. So if we have a number n, then phi of n is known as Euler's torsion function or Euler's phi function. Okay. It's also known as indicator. Then phi of n denotes the number of positive integers less than n and prime to it. ഓക്കെ ഇപ്പോൾ ഒരു 5 ആണെങ്കിൽ 1 2 3 4 അല്ലേ, എല്ലാ നമ്പേഴ്സും 4നോട് റിലേറ്റീവ്ലി പ്രൈമാണ്. അപ്പോൾ 5നേക്കാട്ടിലും ചെറിയ 5നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെൻറ്റ്സ്. അപ്പോൾ പി ആണെങ്കിൽ ഏത് പ്രൈം ആണെങ്കിലും 1 2 3 എക്സിട്ര p-1 എന്ന് പറയുന്നത് പിയോട് റിലേറ്റീവ്ലി പ്രൈമാണ് അല്ലേ, അതായത് പിയെക്കാട്ടിലും ചെറുതുമാണ്, പിയോട് റിലേറ്റീവ്ലി പ്രൈമാണ്. അപ്പം നമ്പർ പി ആണെങ്കിൽ ഫൈ ഓഫ് പി ഈക്വൽ ടു p-1. ഇനി 4 ആണെന്ന് വിചാരിക്കുക, 4 പ്രൈം അല്ല അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും നമ്മൾ? 1 2 3 ഇതാണ് 4നേക്കാളും ചെറിയ നമ്പേഴ്സ്. ഇത് 1 4 റിലേറ്റീവ്ലി പ്രൈം ആണല്ലേ, അപ്പോൾ 1 ലിസ്റ്റ് ചെയ്യാം. 2 4ന് GCD എന്താ? 2 ആണ്, അപ്പോൾ റിലേറ്റീവ്ലി പ്രൈം അല്ല. 3 4ന് GCD 1 ആണ്, അപ്പോൾ അതും റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പോൾ എത്ര ഇലമെൻറ്റ്സ് ഉണ്ട്? 2 ഇലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഫൈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി, കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ ആ നമ്പറും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറും അതിനോട് റിലേറ്റീവ്ലി പ്രൈം ആവില്ല അല്ലേ. അതായത് n കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ ഫൈ ഓഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു n അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? n 4 ആണെങ്കിൽ മിനിമം 2 ഉണ്ടെങ്കിൽ n-2നേക്കാളും ചെറിയൊരു നമ്പർ ആവും ഫൈ ഓഫ് n. എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വല്ല എക്സാമിലൊക്കെ ഇപ്പോൾ ഫൈ ഓഫ് n ആവാൻ ചാൻസ് ഉള്ള നമ്പേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കത് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം അല്ലേ, പെട്ടെന്ന് ഇങ്ങനെ ആവില്ല എന്നുള്ള രീതിയിൽ. ഇതിനേക്കാളും ഫൈ ഓഫ് n എന്ന് പറഞ്ഞാൽ എന്തായാലും n-നേക്കാളും വലുതാവില്ല. കോമ്പോസിറ്റ് ആണെങ്കിൽ n-2നേക്കാളും ചെറുതായിരിക്കും. പ്രൈം ആണെങ്കിലോ p-1 ആവും കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കാനാണ്. ഇനി ലെസ് ദാൻ എന്നെ റിലേറ്റീവ്ലി പ്രൈം എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ 1ൻ്റെ കേസിൽ നമുക്ക് എന്താ, 1നോട് റിലേറ്റീവ്ലി പ്രൈം നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്യുന്നതാണ് ഫൈ ഓഫ് 1 ഈക്വൽ ടു 1. ഇതും മറക്കരുത് കേട്ടോ. ഓക്കെ, ദെൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ്, Euler's phi function is an important number theoretic function named after the great Swiss mathematician Leonhard Euler. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് കേട്ടോ. അതിൽ ഫസ്റ്റ് തിയറം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതും സിമ്പിളായിട്ട് ചെയ്യാം. ഫൈ ഓഫ് പി റേസ് ടു കെ ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ ഫൈ ഓഫ് പി നമുക്കറിയാം, ഫൈ ഓഫ് n വലിയ നമ്പറാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ അല്ലേ. അപ്പോൾ ഫൈ ഓഫ് 1 5 6 7 2 എന്നൊക്കെ പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ പോലെ ലിസ്റ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഫോർമുല വേണം. അല്ലെങ്കിൽ ഫൈ ഓഫ് 5 റേസ് ടു 100 എന്നാണ് ചോദിക്കുന്നത് വെച്ചാൽ ഇതും നമുക്ക് പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനാവശ്യമുള്ള ഫോർമുലാസാണ് അടുത്ത 2 തിയറായിട്ട് പറയുന്നത് കേട്ടോ. ഫൈ ഓഫ് പി റേസ് ടു കെ, അതായത് ഒരു പ്രൈം മാത്രമേ ഉള്ളൂ എങ്കിൽ പി റേസ് ടു കെ എന്നുള്ള ഫോം ആണെങ്കിൽ പി റേസ് ടു കെ മൈനസ് പി റേസ് ടു കെ -1, അല്ലെങ്കിൽ നമുക്ക് പി റേസ് ടു കെ ഔട്ട് സൈഡ് എടുത്താൽ ഇങ്ങനെ എഴുതാം. ഈ ഫോമിൽ ഓർത്ത് വയ്ക്കുന്നതാണ് നല്ലത്, കാരണം നമ്മൾ അടുത്തത് ജനറലായിട്ടും ഈ ഒരു ഫോമിലാണ് എഴുതാൻ പോവുക. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു 2 റേസ് ടു 8 ആണെന്ന് വിചാരിക്കുക നമ്മുടെ n എന്ന് പറയുന്നത്. നമുക്ക് എന്താ വേണ്ടത്? 2 റേസ് ടു 8നേക്കാളിലും ചെറിയ 2 റേസ് ടു റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇലമെൻസാണ് വേണ്ടത് അല്ലേ. ഇതിനോട് റിലേറ്റീവ്ലി പ്രൈം ആവുന്ന ഇലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2 ഫാക്ടറായി വരുന്ന എല്ലാ ഇലമെൻറ്റ്സിനും, കാരണം ഇതിൽ 2 മാത്രമേ ഉള്ളൂ അല്ലേ പ്രൈമായിട്ട്. അപ്പോൾ 2 ഫാക്ടറായിട്ട് വരുന്ന എല്ലാ ഇലമെൻറ്റ്സും, അത് 2ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും ഈ 2 റേസ് ടു 8 വരെയുള്ള ഇലമെൻറ്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം അല്ലേ. 1 തൊട്ട് എല്ലാ നമ്പേഴ്സും എഴുതി 2 റേസ് ടു 8 വരെയുള്ള നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് 2ൻ്റെ മൾട്ടിപ്പിൾസ് എവിടെയൊക്കെ ഉണ്ടോ അതിനെല്ലാം GCD റിലേറ്റീവ്ലി പ്രൈം ആവില്ല. അപ്പോൾ അതെല്ലാം സ്ട്രൈക്ക് ഔട്ട് ചെയ്യണം. അത് മാത്രമാണ് ഈ തിയറത്തിൽ ആലോചിക്കാനുള്ളത്. ഇനി ഒന്ന് നോക്കിയേ. For any integer n, GCD of n p raised to k equal to 1 if and only if p does not divide n. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെ അല്ലേ, 2 റേസ് ടു 8 ആണെങ്കിൽ ഇതിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഒരു ഇലമെൻറ്റിലും എന്തുണ്ടാവാൻ പാടില്ല? 2 ഡിവൈഡ് ചെയ്യാൻ പാടില്ല. സോ ദർ ആർ ഓൺലി p raised to k -1 ഇൻറ്റീജേഴ്സ്. എന്തുകൊണ്ടാണ്? 2ൻ്റെ 1 × 2 വരും, 2 × 2 വരും, 3 × 2 വരും, എക്സെട്ര 2 റേസ് ടു 7 × 2 വരെ വരുള്ളൂ. ശരിയല്ലേ? അപ്പോഴല്ലേ 2 റേസ് ടു 8 ആവുക. അപ്പോൾ പി ആണെങ്കിൽ എങ്ങനെ എടുക്കാം? p 2p 3p എക്സെട്ര p റേസ് ടു k -1 × p ഇലമെൻറ്റ്സ് നമ്മൾ അതിന്ന് സ്ട്രൈക്ക് ചെയ്യണം. അതായത് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ഇലമെൻറ്റ്സ് റിലേറ്റീവ്ലി പ്രൈം ആവും അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര ഇലമെൻറ്റ്സ് ഉണ്ട്? ഇപ്പോൾ നമുക്ക് p റേസ് ടു k ഇലമെൻറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് പിയുടെ എല്ലാ മൾട്ടിപ്പിൾസിനും p റേസ് ടു k വരുന്ന മൾട്ടിപ്പിൾസ്, അതായത് p റേസ് ടു k -1 വരെയുള്ള നമ്പേഴ്സ് മൈനസ് ചെയ്താൽ
ബാക്കിയുള്ള എല്ലാ എലമെൻസും പി റേസ് ടു കെയോട് റിലേറ്റീവ്ലി പ്രൈമാണ്. സോ ഫൈ ഓഫ് പി റേസ് ടു കെ ഈക്വൽ ടു പി റേസ് ടു കെ മൈനസ് പി റേസ് ടു കെ മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു പി റേസ് ടു കെ ഔട്ട് സൈഡ് എടുത്തു 1 മൈനസ് 1/p. സിമിലർ പ്രൂഫ് നെക്സ്റ്റ് ഒരു ലെമ്മ വേണ്ട. Given integers a, b, c, gcd of a, b, a, b, c equal to 1 if and only if gcd of a, b equal to 1, gcd of a, c equal to 1. സിമ്പിൾ ടെക്നിക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് 2 പാർട്ട് പ്രൂവ് ചെയ്യണം അല്ലേ. ആദ്യത്തെ പാർട്ട് നമ്മൾ അസ്യൂം ചെയ്തു, അതായത് ജി സി ഡി ഓഫ് എ ബി സി 1 ആണെന്ന് അസ്യൂം ചെയ്തു. പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ 2 ജി സി ഡിയും 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഏതോ ഒരു ജി സി ഡി, D1 എന്നും D2 എന്നും അതിനെ വിളിക്കാൻ പോവാണ്. ഓക്കെ, 1 ആണെന്ന് പ്രൂവ് ചെയ്യണം, പക്ഷേ 1-നേക്കാളും വലുതാണോ നമുക്ക് അറിയില്ല. ഓക്കെ, വെർ D1 D2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി എന്താണ്? ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു D1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? D1 ഡിവൈഡ്സ് എ ആൻഡ് D1 ഡിവൈഡ്സ് ബി എന്നാണ്. D1 ബീനെ നമുക്ക് ഇതാണ് അറിയാവുന്നൊരു കാര്യം കേട്ടോ, ഇതിലേക്ക് എത്തിക്കണേ. അതായത് എ പി സിനെ ഡിവൈഡ് ചെയ്യുന്നതിലേക്ക് എത്തിക്കാൻ പോവാണേ. അതിന് വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ് D1 ഡിവൈഡ്സ് എ, D1 ഡിവൈഡ്സ് ബി സി. നമുക്കറിയാമല്ലേ, 2 ഡിവൈഡ്സ് 6 ആണെങ്കിൽ 2 ഡിവൈഡ് 6ൻ്റെ മൾട്ടിപ്പിൾ 12 ആണെങ്കിലും 2 ഡിവൈഡ് 60 ആണെങ്കിലും 6ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസിനെ ഡിവൈഡ് ചെയ്യും, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ. അതായത് D1 ബീനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ D1 ബിയുടെ എല്ലാ മൾട്ടിപ്പിൾസിനെയും ഡിവൈഡ് ചെയ്യും. ഇൻ പെർട്ടിക്കുലർ D1 ഡിവൈഡ്സ് ബി സി. എന്തുകൊണ്ടാണ് നമ്മൾ ബി സി എടുക്കാൻ കാരണം? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഗിവൺ കണ്ടീഷൻ അതാണ്, നമുക്കത് യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ D1 ഡിവൈഡ്സ് എ ആൻഡ് D1 ഡിവൈഡ്സ് പി സി എന്ന് കിട്ടിയില്ലേ. അതിൻ്റെ അർത്ഥം എന്താ? D1 എന്ന് പറയുന്നത് ഒരു കോമൺ ഡിവൈസറാണ്. ഗ്രേറ്റസ്റ്റ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ D1 ഡിവൈസർ ആയതുകൊണ്ട് എന്താണ്? എ ബി സിയുടെ ജി സി ഡിനെയും അത് ഡിവൈഡ് ചെയ്യും. D1 ഡിവൈഡ് ജി സി ഡി ഓഫ് എ ബി സി, അത് എന്താണെന്ന് നമ്മൾ തന്നിട്ടുള്ളത് 1 ആണ്. അതായത് D1 ഡിവൈഡ്സ് 1 ഇംപ്ലൈസ് D1 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അതേ പോലെ തന്നെയാണ് ഈ ജി സി ഡി ഓഫ് എ സി. അപ്പോൾ എന്താ ചെയ്യേണ്ടി വരിക? നമ്മൾ ജി സി ഡി ഓഫ് എ സിനെ നമ്മൾ ആദ്യം സം ഇലമെൻറ്റ് D2 എന്ന് വിളിച്ചു. D2ൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് D2 ഡിവൈഡ്സ് എ ആൻഡ് D2 ഡിവൈഡ്സ് സി ആണ്. എനിക്ക് യൂസ് ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ D2 ഡിവൈഡ്സ് എ എന്ന് അതുപോലെ എഴുതി. സീനെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് സിയുടെ എല്ലാ മൾട്ടിപ്പിൾസിനെ ഡിവൈഡ് ചെയ്യും. ഇൻ പെർട്ടിക്കുലർ D2 ഡിവൈഡ്സ് ബി സി. അപ്പോൾ D2 എ ബി സിനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം D2 ഡിവൈഡ്സ് ജി സി ഡി ഓഫ് എ ബി സി. But GCD of ABC is equal to 1, which means D2 is equal to 1. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ തിയറംസ് ഒക്കെ മനസ്സിലാക്കിയാൽ തന്നെ കിട്ടുന്ന തിയറംസ് ആണ് കേട്ടോ, ബൈ ഹാർട്ട് ചെയ്യരുതേ. ഇനി കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം അല്ലേ. അതായത് ഇത് രണ്ടും അസ്യൂം ചെയ്തു, നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പ്രൊസീജിയറൊക്കെ തന്നെ ചെയ്താൽ മതി അല്ലേ. ആദ്യം അസ്യൂം ചെയ്തു, അറിയാത്തതിനെ നമ്മൾ എന്ത് വിളിച്ചു? ജി സി ഡി ഓഫ് എ ബി സിനെ ടി എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. D ഈക്വൽ ടു 1 ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ D ഈക്വൽ ജി സി ഡി ഓഫ് എ ബി സി ഈക്വൽ ടു ഡി മീനിങ് എന്താ? D ഡിവൈഡ്സ് എ ആൻഡ് D ഡിവൈഡ്സ് ബി സി അല്ലേ. അപ്പോൾ ഒരു കോമൺ ഡിവൈസർ എന്തായാലും ഏത് ഡിവൈസർ ആണെങ്കിലും D ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് D ഈക്വൽ ടു 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. D സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിന് എന്തുണ്ടാവും? എന്തായാലും ഒരു പ്രൈം ഫാക്ടർ ഉണ്ടാവും. ആ പ്രൈം ഫാക്ടർ P ഡിവൈഡ്സ് എ P ഡിവൈഡ്സ് ബി സി. P ഡിവൈഡ്സ് എ P ഡിവൈഡ്സ് ബി സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? P ഡിവൈഡ്സ് ബി ഓർ P ഡിവൈഡ്സ് ഡി അല്ലേ. 2 ഡിവൈഡ്സ് 6 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 ഡിവൈഡ്സ് 8 എന്നൊക്കെ 10 എന്ന് പറയാം അല്ലേ. 2 ഡിവൈഡ്സ് 10 അല്ലെങ്കിൽ 2 ഡിവൈഡ്സ് 20 എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഫാക്ടേഴ്സിന് ഇവിടെ എന്താ നോക്കിയേ, 20 എന്ന് പറഞ്ഞാൽ 4 into 5 ആണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ ഇതിനെ ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യാം. രണ്ടും ഡിവൈഡ് ചെയ്യാൻ വേണമെങ്കിൽ ചില കേസിൽ ഓർ ദിസ് എന്ന് പറയാം നമുക്ക് അല്ലേ. വിച്ച് മീൻസ് P ഡിവൈഡ്സ് എ ആൻഡ് P ഡിവൈഡ്സ് ബി ഓർ P ഡിവൈഡ്സ് എ ആൻഡ് P ഡിവൈഡ്സ് സി. സോ P ഡിവൈഡ്സ് എ P ഡിവൈഡ്സ് ബി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വീണ്ടും പറയുന്നു, ജി സി ഡി ഓഫ് എ ബിയിലേക്കും ജി സി ഡി ഓഫ് എ സിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ. സോ ജി സി ഡി ഓഫ് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി, അതായത് ഒരു പ്രൈം ഫാക്ടർ എങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകിൽ അതാവാം ജി സി ഡി, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ നമ്പർ ആവാം അല്ലേ. പക്ഷെ അതെന്താ കോൺട്രഡിക്ഷൻ ആ? കാരണം നമ്മൾ എന്താ അസ്യൂം ചെയ്തിട്ടുള്ളത്? 1 എന്നാണ്. എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ വരാൻ കാരണം? D ഗ്രേറ്റർ ദാൻ 1 എന്ന് എടുത്തിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, ഇനി ഫൈ ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ. തീരം കാണുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നതാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലത്തെ ഐഡിയ വെച്ച് പ്രൂവ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ എന്ന് പ്രൂവ് ചെയ്യാൻ എന്താ വേണ്ടത്? റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള 2 ഇലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഫൈ ഓഫ് എം എൻ എം ഇൻറ്റു എൻ അല്ലേ ഈക്വൽ ടു ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതുവരെ ചെയ്തതൊക്കെ നമ്മൾ എന്തായിരുന്നു? ഫൈ ഓഫ് എം എൻ എന്ന് പറഞ്ഞാൽ എം എൻ വരെയുള്ള എല്ലാ നമ്പേഴ്സും ലിസ്റ്റ് ചെയ്ത് എം എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എല്ലാ ഇലമെൻറ്റ്സും സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എത്ര നമ്പർ ഉണ്ടോ അതാണ് ഫൈ ഓഫ് എം എൻ എന്ന് പറയുന്നത് അല്ലേ.
സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സോ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യണേ, ആദ്യത്തെ സ്റ്റെപ്പ് നോക്കിക്കോളൂ. mnനെക്കാട്ടിലും ചെറിയ എല്ലാ നമ്പേഴ്സും ലിസ്റ്റ് ചെയ്തു. അതൊരു ഓർഡറിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു മെട്രിക്സ് ഫോമിലെന്നോ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ അറേ ആയിട്ടോ ഒക്കെ നമ്മൾ, അതാണല്ലോ നമ്മുടെ മെട്രിക്സ്, ആ ഒരു ഫോമിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, നമുക്ക് കുറേ എന്താ പറയുക നമ്പേഴ്സിന് സ്ട്രൈക്ക് ചെയ്യണം അല്ലേ, അതായത് എന്നൊക്കെ ക്യാൻസൽ ചെയ്ത് കളയണം അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതേ 1 2 3 എക്സിട്ര m വരെയുള്ളത് ആദ്യം എഴുതി. അപ്പോൾ mn എന്ന് പറയുന്നത് അതുപോലെ 6 × 48 ആണെങ്കിൽ 1 2 3 തൊട്ടുള്ള 6 വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത 7 തൊട്ട് അടുത്ത ഇലമെൻറ്റ്സ്, അതുപോലെ 48 വരെയുള്ള ഇലമെൻറ്റ്സ് നമ്മളതുപോലെ ലിസ്റ്റ് ചെയ്തു. പിന്നെ ശ്രദ്ധിക്കുക, റോ എങ്ങനെയാണെന്ന് നോക്കി, 1 തൊട്ട് m വരെ, അടുത്തത് m+1 m+2 എക്സെട്ര m+r2 അടുത്തത് ആ ഒരു ഓർഡറിലാണ് കേട്ടോ. ഇനി ഒന്ന് ശ്രദ്ധിച്ചോളൂ, φ(1) എന്ന് പറയുന്നത് 1 ആണ്, നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. സോ ഐദർ m or n = 1. അപ്പോൾ എന്താ വരിക, m = 1 ആണെങ്കിൽ φ(mn) എന്ന് പറയുന്നത് φ(n) ആയിരിക്കും, ശരിയല്ലേ. അപ്പോൾ φ(mn) എന്ന് പറയുന്നത് φ(n) × φ(1) എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ φ(m) × φ(m) എന്ന് എഴുതാം. അതായത് റിസൾട്ട് ട്രൂ ആണ്. ഇനി m സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1, n സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1 എന്ന് അസ്യൂം ചെയ്തു. നമ്മൾ നമ്പർ നേരത്തെ പറഞ്ഞ പോലെ അസ്യൂം ചെയ്തു, മീൻസ് അറേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി ആദ്യത്തെ നോക്കിക്കോളൂ. φ(mn) is equal to the number of entries in the above array that are relatively prime to mn. Okay, by virtue of the above lemma, the numbers which are relatively prime to mn are those which are relatively prime to both m and n. നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത ലെമ്മ അതിന് വേണ്ടിയിട്ടാണ്. മാർക്ക് അനുസരിച്ച് ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ പ്രൂഫോ കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, GCD ഓഫ്, അതായത് a,BC, എ ബി സിയോട് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എ ബിയോടും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും, എ സിയോടും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും അല്ലേ. അതാണ് നമുക്ക് ഈ തിരത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെമ്മ അവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, ഈ ത്രൂ ഔട്ട് ഈ mnൽ എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെൻസിനെയും എന്നിനോട് റിലേറ്റീവ്ലി പ്രൈംസ് ആയിട്ടുള്ള എലമെൻസിനും ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള നമ്പർ കിട്ടും അല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു ജനറൽ കോളം ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, r m+r എന്ന് പറയുന്നത് ഈ കോളം കൺസിഡർ ചെയ്യണേ. ഇനി r = 1 2 3 എക്സെട്ര m, ദ നമ്പേഴ്സ് ഇൻ ദ rth കോളം r m+r എക്സെട്ര. സിൻസ് GCD ഓഫ് qm+r, m is equal to GCD ഓഫ്, ഇത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. GCD ഓഫ് qm+r അത് നമ്മുടെ റിമൈൻഡറാണ്. GCD ഓഫ് rm ഇത് രണ്ടും സെയിം ആയിരിക്കും. അതായത് r എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ ആറിന് താഴെയുള്ള കോളത്തിലെ ഓരോ ഇലമെൻറ്റും എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. മെമ്പേഴ്സ് ഓഫ് rth കോളം ആർ റിലേറ്റീവ്ലി പ്രൈം ടു m ഇഫ് ആൻഡ് ഓൺലി ഇഫ് r itself ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു m. അപ്പോൾ ആ 1 തൊട്ട് m വരെ ഉള്ളതിൽ എത്ര എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ഉള്ള ഇലമെൻറ്റ്സ് ഉണ്ടാവും, φ(m). അങ്ങനെയല്ലേ നമ്മൾ φ(m) ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എമ്മിനെക്കാട്ടിലും ചെറിയ എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇലമെൻറ്റ്സ്. അപ്പോൾ 1 2 3 എക്സെട്ര എമ്മിൻ്റെ ആ ഫസ്റ്റ് റോയിൽ φ(m) ഇലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ, അതായത് എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള φ(m) ഇലമെൻറ്റ്സ് ഉണ്ടാവും. ഇനി നമ്മൾ കോളം കൺസിഡർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഹെൻസ് അപ്പോൾ ആദ്യത്തേൽ φ(m) ഇലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 6 റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ ആ കോളമാണ്. ഹെൻസ് ദർ എക്സിസ്റ്റ് φ(m) കോളംസ് കണ്ടെയ്ൻ ഇൻറ്റീജേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ടു n ആൻഡ് എവറി എൻട്രി ഇൻ ദാറ്റ് കോളം ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു n. ഞാൻ കോളം ഇലമെൻറ്റ്സ് കൺസിഡർ ചെയ്യാൻ പോവാണ്. അത് ഞാൻ എന്നിൻ്റെ കേസ് എങ്ങനെയാണെന്ന് നോക്കണം അല്ലേ. ലെറ്റ് r be an integer less than n such that GCD of rm equal to 1. Then every n elements of rth column are relatively prime to m. ഇതാണ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തത്. അതിലേതെങ്കിലും 2 ഇലമെൻറ്റ്സ് എടുക്കുക, 2 ഇലമെൻറ്റ്സും എന്നിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് റിമൈൻഡേഴ്സ് ഉണ്ടെന്നാണ്, അത് ഇൻകോൺഗ്രുവൻ്റ് എന്നാണ് അടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകണേ കേട്ടോ. അതായത് 2 ആർബിട്രറി ഇലമെൻറ്റ്സ് എടുത്തു, ആ കോളത്തിൽ 6ന് താഴെയുള്ള ഇലമെൻറ്റ്സിലെ 2 ഇലമെൻറ്റ്സ് എടുത്തു. ആർബിട്രറി ഇലമെൻറ്റ്സ് km+r jm+r, k not equal to j, അതാണ് k സ്ട്രിക്ട്ലി ലെസ് ദാൻ j എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ലെസ് ദാൻ j ലെസ് ദാൻ n. ഓക്കെ, ഇനി രണ്ടും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അല്ലേ എന്താ വരിക, അത് എന്നോണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ ആണെങ്കിൽ എന്താ വരിക നോക്കിയേ,
നമുക്ക് മൈനസ് ചെയ്യാം, നമുക്കൊരു റൂൾ അറിയാം. മൈനസ് ആർ രണ്ട് വശത്തും ചെയ്ത് ആറ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ കെ എം ഈസ് കോൺഗ്രുവൻറ്റ് ടു ജെ എം മോഡ് എന്ന് വരും. എം എൻ ജി സി ഡി 1 ആയതുകൊണ്ട് ത്രൂ ഔട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, മീൻസ് ബോത്ത് സൈഡ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, കെ കോൺഗ്രുവൻറ്റ് ടു ജെ എന്ന് വരും. പക്ഷേ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താ, അതായത് കെ മൈനസ് ജെ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്നാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ 0ക്കും എന്നിനും ഇടയ്ക്കുള്ള നോട്ട് ഈക്വൽ ഉള്ള 2 എലമെൻറ്റ്സ് ആണ് കെയും ജിയും. അപ്പോൾ കെ കോൺഗ്രുവൻസ് ടു ജെ എന്ന് വരാൻ ചാൻസ് ഇല്ല അല്ലേ, വിച്ച് ഈസ് ഇമ്പോസിബിൾ. എന്തുകൊണ്ട് അങ്ങനെ വരാൻ റീസൺ, നമ്മൾ കെ എം പ്ലസ് ആർ ഈസ് കോൺഗ്രുവൻറ്റ് ടു ജെ എം പ്ലസ് ആർ എന്ന് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രോബ്ലം ആണ് അല്ലേ. സോ ദിസ് ഈസ് ഏത് ഇലമെൻറ്റ്സ് എടുത്താലും ഇൻകോൺഗ്രുവൻ്റ് ആണ്. നോ 2 ഇലമെൻറ്റ്സ് ഓഫ് ദ ആർത്ത് കോളം ആർ കോൺഗ്രുവൻറ്റ് മോഡുലോ എൻ. ഓക്കെ, അതായത് ഓരോന്നും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് റിമൈൻഡേഴ്സാണ് വരിക. ഇനി 4 ഏത് നമ്പറിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഏത് റിമൈൻഡറേ വരുള്ളൂ, 0 1 2 3 അല്ലേ. അതായത് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള റിമൈൻഡേഴ്സ് എന്തേ ഉള്ളൂ, 1 2 3 എക്സെട്ര n-1 ഉള്ളൂ. ഓക്കെ, വി നോ ദാറ്റ് ഇഫ് 2 കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എസ് എന്നിനോട് റിലേറ്റീവ്ലി, അതായത് സെയിം റിമൈൻഡർ എന്നാണ് അല്ലേ. ലീവ് എസ് കോൺഗ്രുവൻറ്റ് ടു ടി മോഡൻ വിച്ച് മീൻസ് എസ് ആൻഡ് ടി ലീവ് സെയിം റിമൈൻഡർ വെൻ ഡിവൈഡ്സ് എന്നാണ് അല്ലേ അർത്ഥം. അതായത് എസ് എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമുള്ള എലമെൻറ്റ്സ് കിട്ടണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എസ് എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ ടിയും എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. Hence it follows that rth column contains as many integers that are relatively prime to n as does the set 0 1 2 3 etc. n-1. ആ കോളത്തിലെ ഓരോ ഇലമെൻറ്റും ഈ 0 തൊട്ട് n-1 വരെയുള്ള ഏതോ ഇലമെൻറ്റിനോട് കോൺഗ്രുവൻ്റ് ആണ്. മനസ്സിലായി അല്ലേ. ഇനി ഈ 0 തൊട്ട് n-1 വരെയുള്ള ഇലമെൻറ്റിൽ എന്നിനോട് ഏതൊക്കെയാണോ റിലേറ്റീവ്ലി പ്രൈം ആവുക അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിലെ ആ ഇലമെൻറ്റ്സ് ആണ് എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആവുക. ഓക്കെ, അപ്പോൾ ഈ 0 തൊട്ട് n-1 വരെ ഉള്ളതിൽ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എത്ര നമ്പർ ഉണ്ടാവും, φ ഓഫ് n അല്ലേ. φ ഓഫ് എൻ്റെ ഡെഫിനിഷൻ അങ്ങനെയാണ്, എന്നിനേക്കാട്ടിലും ചെറിയ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം. സോ ആ കോളത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത്, φ ഓഫ് n എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ടോട്ടൽ φ ഓഫ് m ഇൻറ്റു φ ഓഫ് n ആണ്. ഓക്കെ, ഐഡിയ അനുസരിച്ച് എഴുതുക കേട്ടോ, മീൻസ് അതൊന്ന് മനസ്സിലാക്കിയിട്ട് എഴുതുക, ബൈഹാർട്ട് ചെയ്ത് എഴുതരുത്. വീണ്ടും പറയാണ്, then if n equal to p1 raised to k1 p2 raised to k2 etc. pr raised to kr പ്രൈം ഫാക്ടറൈസേഷൻ ആണെങ്കിൽ phi of n is equal to എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാണ്ട് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെ പറയാം. നമ്മൾ ഒരു p1 raised to k1 മാത്രമാണെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ ഇൻഡക്ഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു എണ്ണം മാത്രമാണെങ്കിൽ അത് ട്രൂ ആണ്, 2 എണ്ണം ആണെങ്കിൽ എന്താ വരിക, p1 raised to k1 p2 raised to k2 2 എണ്ണം ആണെങ്കിൽ ഫൈ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ആയതുകൊണ്ട് ഫൈ ഓഫ് p1 raised to k1 ഇൻറ്റു ഫൈ ഓഫ് p2 raised to k2 എന്ന് എഴുതാം. ശരിയല്ലേ. ഇനി ഓരോന്നിനും സെപ്പറേറ്റ് നമുക്ക് p1 raised to k1 മൈനസ് p1 raised to k1 മൈനസ് നമ്മൾ മുമ്പ് എഴുതിയ തിയറം അതേപോലെ അപ്ലൈ ചെയ്താൽ ട്രൂ ആണ്. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യാൻ പോകുന്നത്, ഐക്ക് അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ഐ വരെയുള്ളതിന് ട്രൂ ആണെങ്കിൽ നമുക്ക് i+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഐ വരെയുള്ള ഇലമെൻസിൻ്റെ പ്രൊഡക്റ്റ്, അതായത് p1 raised to k1 p2 raised to k2 എക്സെട്ര pi raised to ki കോമ pi+1 raised to ki+1 എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പ്രൈം ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഫൈ ഓഫ് ഫസ്റ്റ് ഇലമെൻറ്റ് ഇൻറ്റു ഫൈ ഓഫ് ദിസ് pi+1 raised to ki+1 എന്ന് കൊടുക്കാം. നമ്മൾ എന്താ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുള്ളത്, റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഐ അല്ലേ. അപ്പോൾ ഈ ki വരെയുള്ള എലമെൻറ്റ്സിന് എന്ത് കൊടുക്കാം, നമുക്ക് ആ റിസൾട്ട് അതുപോലെ യൂസ് ചെയ്യാം. സോ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ i+1, hence the result is true for every values of r. Define the number of integers less than 1500 and prime to it. ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഫൈ ഓഫ് 1500 കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അർത്ഥം അല്ലേ. അപ്പോൾ നമുക്ക് 1000 വരെയുള്ള നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്യണതല്ല എളുപ്പം. എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ വർക്ക് ഇതായിട്ട് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഫോർമുല അനുസരിച്ച് ഫൈ ഓഫ് n is equal to മറക്കരുത് n ഇൻറ്റു 1 - 1/p1 ആദ്യത്തെ പ്രൈം 1 - 1/p2 ഇതാണ് ഫോർമുല ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഫോർമുലയും കിട്ടും. ഇവിടെ ഏതൊക്കെ പ്രൈംസാണ് ഉള്ളത് നോക്കിയേ, 3 പ്രൈമേ ഉള്ളൂ, 2ഉം 3ഉം 5ഉം അല്ലേ. അപ്പോൾ 1500 ഇൻറ്റു 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/5
ഇതാണ് വാല്യൂ. ഓക്കെ, ലാസ്റ്റ് ഈ സെക്ഷൻ ലാസ്റ്റ് തിയറാണ്. n ഗ്രേറ്റർ ദാൻ 2 ഫൈ ഓഫ് n ഈസ് ആൻ ഈവൺ ഇൻറ്റീജർ എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കറിയാം പ്രൈംസിൽ ആകെ ഒരു ഈവൻ പ്രൈമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓഡ് പ്രൈമാണ് കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ, അതായത് ഒരു നമ്പറിൽ 2 മാത്രമേ പ്രൈം ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അതേ നമ്പർ ഏത് ഫോമിലാവും? 2 എന്നുള്ള ഫോമിൽ. അപ്പോൾ 2 100 2 ഒക്കെ പോലെ ഒരു നമ്പർ അല്ലേ. അപ്പോൾ 2 എന്നുള്ള നമ്പർ ആണെങ്കിൽ ഫൈ ഓഫ് n എന്താ വരിക നോക്കിയാൽ നമ്മൾ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 2 എന്ന് വരും. അതായത് 2ൻ്റെ തന്നെ ഒരു പവർ ഓൾറെഡി അത് ഈവൻ ആയി അല്ലേ. ഇനി ഒരു പ്രൈം ഫാക്ടർ എങ്കിലും ഉണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു പ്രൈം ഫാക്ടർ എങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? ആ പ്രൈമിൻ്റെ പവർ ഇൻറ്റു സംതിങ്, പിന്നെ കംപ്ലീറ്റ് പ്രൈം ആവാം കേട്ടോ, രണ്ടെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ള കേസ്. അപ്പോൾ 3 ഇൻറ്റു ഇപ്പോൾ ഒരു നമ്പർ എങ്ങനെയാണെന്ന് വിചാരിക്കുക. 3 ഇൻറ്റു 5 ഇൻറ്റു 2 ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഒരു പ്രൈമെങ്കിലും ഉണ്ട്, ആ പ്രൈം നമ്മൾ മാത്രം മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ 3 എല്ലാം 3യുടെ എല്ലാ പവേഴ്സും ഒരുമിച്ച് എഴുതിയാൽ ബാക്കി എല്ലാത്തിനോട് റിലേറ്റീവ്ലി പ്രൈം ആവും അല്ലേ. അപ്പോൾ ഫൈ ഓഫ് p⁻k ഇൻറ്റു m എന്നതിനെ എഴുതാം, ശരിയല്ലേ. ഫൈ ഓഫ് p⁻k ഇൻറ്റു m എന്ന് എഴുതാം. റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ഫൈ ഓഫ് p⁻k ഇൻറ്റു ഫൈ ഓഫ് m എന്ന് എഴുതാം. ഓക്കെ, ഫൈ ഓഫ് p⁻k എന്താ? p⁻k -1 ആണെന്ന് അല്ലേ. ഫൈ ഓഫ് m നമ്മൾ അത് എഴുതി, p⁻k -1 ഇൻറ്റു p -1. ഇവിടെ നിന്നിട്ട് നോക്കിയേ, ഏത് ഓഡ് പ്രൈം ഉണ്ടെങ്കിലും ഒരു p-1 എക്സ്ട്രാ വരും. അതായത് ഓഡ് ഉണ്ടെങ്കിൽ p-1 ഈവൻ ആവും അല്ലേ. അതായത് ഫൈ ഓഫ് n എപ്പോഴും എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. അതേപോലെ ഫോർ n ഗ്രേറ്റർ ദാൻ 1 സം ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ n ആൻഡ് പ്രൈം ടു n ഈസ് 1/2 ഇൻറ്റു n ഇൻറ്റു ഫൈ ഓഫ് n. അത് സം ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ n ആൻഡ് പ്രൈം ടു n ആണ് കേട്ടോ. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ n പ്രൈം ടു n എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് n ആണ്. ആ നമ്പേഴ്സിൻ്റെ എല്ലാം സം എന്ന് പറഞ്ഞ് ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്തു? നമ്മൾ എല്ലാ നമ്പേഴ്സിനൊക്കെ അസെൻഡിങ് ഓർഡറിൽ എഴുതി. എന്നിനെക്കാട്ടിലും ചെറിയ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എല്ലാ എലമെൻസിനും അസെൻഡിങ് ഓർഡറിൽ എഴുതി. അപ്പോൾ A1 A2 എക്സെട്ര AM ആണെന്ന് കിട്ടി. എത്ര ഉണ്ടാവും? 5 ഓഫ് n ഇലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ, റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇലമെൻറ്റ്സ്. ഓക്കെ, ഇനി n റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ n-a, n റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. നമുക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. n റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 1 = ax + ny എന്ന് പറയാം. ഇനി നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ ഇതിനെ d കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് എടുക്കുക? d ഡിവൈഡ്സ് n - a, d ഡിവൈഡ്സ് n എന്ന് പറയാം. d ഡിവൈഡ്സ് n - a, d ഡിവൈഡ്സ് n എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ സമ്മിനും ഡിഫറൻസിനും ഒക്കെ അത് ഡിവൈഡ് ചെയ്യണം അല്ലേ. അതായത് d ഡിവൈഡ്സ് a എന്ന് വരും. d ഡിവൈഡ്സ് a, d ഡിവൈഡ്സ് n, which means d divides ax + ny. അതായത് d divides 1. അതായത് d എന്തേ ആവുള്ളൂ? 1 ആവുള്ളൂ. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള അതേ റിസൾട്ട്സിലൊക്കെ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. അതായത് എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ n - a എന്ന് പറയുന്നത് എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആവും. അതായത് ഈ A1 A2 എക്സെട്ര AM ഒക്കെ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ n - a1 n - a2 എക്സെട്ര n - am എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആവും. ഇത് അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ n- എന്ന് പറയുമ്പോൾ എന്താ വരിക? അത് എഴുതുമ്പോൾ ഡിസെൻഡിങ് ഓർഡറിലാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി ഇതിൻ്റെ സമ്മ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട അല്ലേ. ഈ A1 A2 എക്സെട്ര AMൻ്റെ അതിനെങ്ങനെ S = A1 + A2 + എക്സെട്ര AM. സെയിം നമ്പർ തന്നെയാണ് n - a1 n - a2 എക്സെട്ര n - am എന്ന് പറഞ്ഞാലും അല്ലേ. ഇത് ആഡ് ചെയ്തു. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 2s = A1 ക്യാൻസൽ ചെയ്യും, A2 ഒക്കെ ക്യാൻസൽ ചെയ്ത് എന്ത് വരും? എത്ര n ഉണ്ട് അവിടെ? m അല്ലേ. m × n വരും. അതായത് 2s = mn. m ഓൾറെഡി എന്താണ്? ഫൈ ഓഫ് n അല്ലേ. ഫൈ ഓഫ് n × n. ഹെൻസ് s = 1/2 n ഫൈ ഓഫ് n. ഓക്കെ.